ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ബയോളജി ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് റിക്വയർഡ് ഫോർ റീകോമ്പിനന്റ് DNA ടെക്നോളജി? റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? റീകോമ്പിനന്റ് DNA ടെക്നോളജിക്ക് ആവശ്യമുള്ള ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യേണ്ട ജീനാണ്. പിന്നെ വന്നിട്ട് DNA കട്ട് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. പിന്നെ DNA ജോയിൻ ചെയ്യാനുള്ള ലിഗസ എൻസൈംസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെക്ടറും ഒരു പോസ്റ്റ് സെല്ലും ആണ്. പിന്നെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. വി നീഡ് എ ജീൻ ദാറ്റ് വി വാണ്ട് ടു മൂവ്. വി നീഡ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ടു കട്ട് ദ DNA. വി നീഡ് ലിഗസ എൻസൈംസ് ടു ജോയിൻ ദ DNA. We need a vector and a host cell. Question: what is the role of gRNA in CRISPR? CRISPR gRNA റോള് എന്താണ്? gRNA പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് RNA ആണ്. ഇതിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് സ്പെസിഫിക് DNA സ്പോട്ടിലോട്ട് Cas9 എൻസൈമിനെ ലീഡ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട DNA സീക്വൻസിനെ മാച്ച് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ സിസേഴ്സിന് എവിടെ കട്ട് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. gRNA stands for guide RNA. Its job is to lead the Cas9 enzyme to specific DNA spot. It matches the sequence of the DNA we want to edit. Without it, the scissors would not know where to cut. Question: what is cryopreservation? Cryopreservation പറഞ്ഞാൽ എന്താണ്? ലോ ടെമ്പറേച്ചറിൽ സെൽസിനെ ഫ്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി -196 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. ക്രയോ പ്രിസർവേഷൻ വന്നിട്ട് സീഡ്സിനെയും സ്പേമിനെയും അതുപോലെ ടിഷ്യൂസിനെയൊക്കെ കുറേ കാലങ്ങൾക്ക് പ്രിസർവ് ചെയ്ത് വെക്കും. അതുമാത്രമല്ല എക്സ്റ്റിങ്ഷനിൽ നിന്നും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസിനെ സേവ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It is the process of freezing cells at very low temperatures. It is usually done at -196 degrees Celsius. It preserves seeds, sperm or tissues for a long time. It is used to save endangered species from extinction. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: what are the main goals of the Human Genome Project? ഹ്യൂമൻ ജനോം പ്രൊജക്റ്റിന്റെ മെയിൻ ഗോൾസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ജനോം പ്രൊജക്റ്റ് വന്നിട്ട് ഹ്യൂമനിലുള്ള DNA എല്ലാ ജീൻസിനും ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ 3 ബില്യൺ ബേസ് പെയർസിന്റെ സീക്വൻസ് ആണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുമാത്രമല്ല റിസർച്ചിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇത് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഗുണപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. To identify all genes in human DNA, to determine the sequence of the 3 billion base pairs, to store this information for research, to help find cures for genetic disorders. Question: how does DNA fingerprinting help in paternity test? Paternity testൽ DNA fingerprinting എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ചൈൽഡ് വന്നിട്ട് മദറിൽ നിന്നും ഹാഫ് DNA അതുപോലെ തന്നെ ഫാദറിൽ നിന്നും ഹാഫ് DNA ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചൈൽഡിന്റെ DNA പാറ്റേൺ വന്നിട്ട് നമുക്ക് പാരൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ചൈൽഡിലുള്ള DNA ഓരോ ബാൻഡും ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ പാരന്റിന്റെ ഒന്നുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. അപ്പൊ ഇത് ആരാണ് ബയോളജിക്കൽ പാരന്റ് എന്ന് കൺഫേം ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് half their DNA from their mother and half from their father. We compare the child's DNA pattern with the parents. Every band in the child's DNA must match one from a parent. This confirms who the biological parents are. Question: what is personalized medicine? Personalized medicine പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇത് ആ വ്യക്തിയുടെ യുണീക്ക് ആയിട്ടുള്ള ജനറ്റിക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പേഴ്സണലൈസ്ഡ് മെഡിസിൻ വന്നിട്ട് ഒരു വ്യക്തിയിൽ മെഡിസിന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നു. അതുമാത്രമല്ല അതുമൂലം ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സിന്റെ റിസ്ക് റെഡ്യൂസും ചെയ്യുന്നു. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ഇറ്റ് ഈസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൈലേർഡ് ടു ആൻ ഇൻഡിവിജ്വൽ. It is based on a person's unique genetic makeup.
It ensures the medicine will work effectively for them. It reduces the risk of bad side effects. Question. Name 3 fields where AI is used in biology. ബയോളജിയിൽ AI യൂസ് ചെയ്യുന്ന 3 ഫീൽഡ്സ് നെയിം ചെയ്യുക. ഇപ്പോൾ AI വന്നിട്ട് ഡിസീസ് ഡയഗ്നോസിസിൽ യൂസ് ചെയ്യുന്നത്. ഡിസീസ് ഡയഗ്നോസ് വന്നിട്ട് അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഡ്രഗ് ഡിസ്കവറിയിലും ഈ AI യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് റിസർച്ച് സ്പീഡപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അഗ്രികൾച്ചറിലും AI യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോപ്സിൻ്റെ ഒക്കെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാനാണ് ഇവിടെ AI യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. AI is used in disease diagnosis to find illness early. It is used in drug discovery to speed up research. It is used in agriculture to monitor crop health. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. What is the difference between traditional breeding and genetic engineering? ട്രഡീഷണൽ ബ്രീഡിങ്ങും ജനറ്റിക് എഞ്ചിനീയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രഡീഷണൽ ബ്രീഡിങ്ങിൽ കുറേ ജീൻസ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ ജനറേഷൻസോളം എടുക്കും. അതേസമയം ജനറ്റിക് എഞ്ചിനീയറിംഗ് വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്പെസിഫിക് ജീൻസിനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള ബാരിയേഴ്സ് ക്രോസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Traditional breeding mixes many genes over a long time. It takes generations to see results. Genetic engineering moves specific genes very quickly. It can cross barriers between different species. Question. Why is the host cell important in making insulin? എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതിൽ ഹോസ്റ്റ് സെല്ല് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അപ്പോൾ ഹോസ്റ്റ് സെൽ വന്നിട്ട് ലിവിങ് ഫാക്ടറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഹ്യൂമൻ ഇൻസുലിൻ ജീനിനെ ഇത് റീഡ് ചെയ്യും. ഇൻസുലിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്റ്റ് സെല്ല് അതിൻ്റേതായ തന്നെ മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്ടീരിയ ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ആവുകയും കുറേ ഇൻസുലിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഹോസ്റ്റ് സെൽ ആക്ട്സ് ലൈക്ക് എ ലിവിങ് ഫാക്ടറി. ഇറ്റ് റീഡ്സ് ദ ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഇൻസേർട്ടഡ് ഇൻ ടു ഇറ്റ്. It uses its own machinery to produce insulin protein. Bacteria multiply fast, making a lot of insulin quickly. Question. What is a bioink? Bioink പറഞ്ഞാൽ എന്താണ്? 3D ബയോ പ്രിന്റിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ബയോ ഇങ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ലിവിങ് സെൽസും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ടിഷ്യൂ പോലെയുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്ററിനെ അലോ ചെയ്യുന്നു. ഇത് വന്നിട്ട് 3D പ്രിന്റേഴ്സിൽ, അത് നോർമൽ ആയിട്ടുള്ള 3D പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബയോ ഇങ്ക് ഈസ് എ സ്പെഷ്യൽ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ 3D ബയോ പ്രിന്റിംഗ്. ഇറ്റ് കണ്ടെയ്ൻസ് ലിവിങ് സെൽസ് ആൻഡ് ന്യൂട്രിയൻസ്. ഇറ്റ് അലൗസ് ദ പ്രിന്റർ ടു ബിൽഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ആക്ട് ലൈക്ക് ടിഷ്യൂ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലാസ്റ്റിക് യൂസ്ഡ് ഇൻ നോർമൽ 3D പ്രിന്റേഴ്സ്. Question. What is the poop pill treatment? Poop pill treatment പറഞ്ഞാൽ എന്താണ്? സീരിയസ് ആയിട്ടുള്ള ഗട്ട് ഇൻഫെക്ഷൻസ് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പൂപ്പ് പിൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സിക്കായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ മൈക്രോബ്സിൻ്റെ ബാലൻസ് റീസ്റ്റോർ ചെയ്യുന്നു. ഹെൽത്തിൽ യൂസ് ചെയ്യുന്ന മൈക്രോബയോമിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് പൂപ്പ് പിൽസ് എന്ന് പറയുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It is a treatment for serious gut infections. It uses beneficial bacteria from a healthy person's waste. It restores the balance of microbes in a sick patient. It is an example of using the microbiome for health. Subscribe to this channel for more videos like this. Question. How does technology help in wildlife tracking? Wildlife tracking technology എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ സയൻറ്റിസ്റ്റ് വന്നിട്ട് വൈൽഡ് അനിമൽസിൻ്റെ മേലെ സെൻസേഴ്സ് അല്ലെങ്കിൽ കോളേഴ്സ് വെക്കുന്നുണ്ട്. ഈ ഡിവൈസസ് വന്നിട്ട് സിഗ്നൽസ് സാറ്റലൈറ്റോട്ട് സെൻഡ് ചെയ്യും. അങ്ങനെ സയൻറ്റിസ്റ്റിന് വൈൽഡ് അനിമൽസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുമൂലം അവരുടെ ഹാബിറ്റേറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്ലാൻ അവർക്ക് ഇടാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Scientists put sensors or collars on wild animals. These devices send signals to satellites. This tells researchers where the animals travel. It helps plan
how to protect their habitats. Question: what are the risks of GMOs? GMOs ന്റെ റിസ്ക് എന്തൊക്കെയാണ്? ഇപ്പോൾ GMO വന്നിട്ട് പെസ്റ്റ് അല്ലാത്ത ഇൻസെക്ട്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവ വൈൽഡ് പ്ലാന്റ്സുമായിട്ട്, അതായത് സൂപ്പർ വീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽഡ് പ്ലാന്റ്സുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഈ GMOs ഫുഡിൽ നിന്നും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. They might affect insects that are not pests. They could crossbreed with wild plants to create superweeds. Some people worry about allergic reactions to GMOs food. Long-term effects on the environment are still studied. Question: what is the significance of the year 2003 in biology? ബയോളജിയിൽ ഇയർ 2003ന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഹ്യൂമൻ ജെനോം പ്രോജക്റ്റ് വന്നിട്ട് 2003 കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് ഹ്യൂമൻ ജെനറ്റിക് കോഡിന്റെ മാപ്പിംഗ് ഫിനിഷ് ചെയ്തതും ഈ ഒരു വർഷമായിരുന്നു. ഇത് വന്നിട്ട്, അതായത് 2003 എന്ന വർഷം വന്നിട്ട് മെഡിസിനിൽ ഒരു പുതിയ എറയുടെ ബിഗിനിങ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു മൈൽ സ്റ്റോണിൽ എത്താൻ വേണ്ടിയിട്ട് 13 വർഷമാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It was the year the Human Genome Project was completed. Scientists finished mapping the human genetic code. It marked the beginning of a new era in medicine. It took 13 years to reach this milestone. Question: why is plastic a challenge for technology? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ടെക്നോളജിക്ക് ഒരു ചാലഞ്ച് ആണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ പ്ലാസ്റ്റിക് ക്രിയേറ്റ് ചെയ്തത് ടെക്നോളജി തന്നെയാണ്, പക്ഷെ അതിപ്പോൾ എർത്തിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നാച്ചുറലായിട്ട് ഈ പ്ലാസ്റ്റിക്സ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവില്ല. ഇത് മറൈൻ ലൈഫിനെയും ഹാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്സിനെ ക്ലീൻ അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പ്ലാസ്റ്റിക് വാസ് ക്രിയേറ്റഡ് ബൈ ടെക്നോളജി ബട്ട് നൗ പൊല്യൂട്ട്സ് ദ എർത്ത്. ഇറ്റ് ഡസ് നോട്ട് ബ്രേക്ക് ഡൗൺ ഈസിലി ഇൻ നേച്ചർ. It harms marine life and enters the food chain. We need new technology to clean it up or replace it. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.